الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الإخوان والأخوات أوصيكم بنفسي أولا بتقوى الله أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم وعباد الرحمن الذين يمشون على الأرض هونا وإذا خاطبهم الجاهلون قالوا سلاما. ബഹുമാന്യരായ മുഅ്മിനുകളായ സഹോദര സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ആദ്യമായി ഉണർത്തുകയാണ്, ശക്തമായ ഭാഷയിൽ വസിയ്യത്ത് ചെയ്യുകയാണ്. ഈ വസിയ്യത്ത് ജീവിതത്തിലുടനീളം പ്രാവർത്തികമാക്കി ഒരു മുഅ്മിനും ഒരു മുത്തഖിയും മുഹ്സിനുമായി മരണപ്പെട്ടു പോവാനുള്ള തൗഫീഖ് തന്ന് അല്ലാഹു നമ്മെ ഓരോരുത്തരെയും തുണക്കുമാറാവട്ടെ. സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ ഇഷ്ടമാണ് നമ്മൾ ഈ ജീവിതം കൊണ്ട് ആഗ്രഹിക്കുന്നത്. അതിനാണ് നമ്മൾ ഓരോരുത്തരും പ്രാർത്ഥിക്കുന്നത്, പണിയെടുക്കുന്നതൊക്കെ. ഓരോരുത്തരും ആ ഇഷ്ടം നേടിയെടുക്കാൻ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. പടച്ച റബ്ബ് ഓരോന്നോരോന്നായി നമുക്ക് പറഞ്ഞു തന്നിട്ടുമുണ്ട്. എക്കാലത്തുമുള്ള മനുഷ്യ സമൂഹങ്ങളിൽ വ്യക്തിത്വം കൊണ്ട് ഭിന്നമായി നിൽക്കേണ്ടവരാണ് മുസ്ലിമീങ്ങളായ നമ്മൾ. മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായ ഒരു നല്ല പെരുമാറ്റ രീതി നമുക്കുണ്ടാവണം. ഇസ്ലാം അതിന്റെ അനുയായികളെ ആരാവണം എന്നുള്ള ഒരുപാട് മഹത് ഗുണങ്ങൾ പഠിപ്പിച്ചു തരുന്നുണ്ട്. ഞാൻ ഓതിവെച്ച ആയത്ത് മുതൽ സൂറത്ത് ഫുർഖാനിന്റെ അവസാനം
അള്ളാഹുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട ദാസന്മാരുടെ സ്വഭാവങ്ങൾ ഇങ്ങനെ അള്ളാഹു എണ്ണി പറഞ്ഞു തരിക. വഇബാദുർ റഹ്മാൻ, നിങ്ങൾ ആലോചിച്ച് നോക്കി, അള്ളാഹുവിന്റെ സ്നേഹമസൃണമായ വിളിയാണ് ആദ്യം അവന്റെ ഇബാദുകൾക്ക്, അവന്റെ ആബിദീങ്ങൾക്ക് അള്ളാഹു കൊടുക്കുന്നത്. വിശ്വാസികളുടെ മേന്മ പറഞ്ഞു തുടങ്ങുന്നതിന് മുമ്പ് അള്ളാഹു അവന്റെ സ്നേഹം നിറഞ്ഞ വിളി വിളിച്ചിട്ട് പറയാണ്, അല്ലദീന യംശൂന അലൽ അർളി ഹൗന. വിശ്വാസികളുടെ മേന്മ അവര് വളരെ വിനയാന്വിതരായി നാട്ടിലൂടെ നടക്കുന്നവരാണ് എന്ന് ആദ്യം അള്ളാഹു പറയാൻ എന്താണ് കാരണം? നമ്മൾ അങ്ങനെ ഒന്ന് പഠിക്കേണ്ടതുണ്ട്. ശരിക്ക് നല്ല ഒരു വിശ്വാസി എന്ന് പറഞ്ഞാല് അയാൾ നല്ല നിസ്കരിക്കുന്നവനാണ്, ഇങ്ങനെ വേണം, അങ്ങനെയാണല്ലോ നമ്മൾ പറയുക. അങ്ങനെ എണ്ണാതെ അള്ളാഹ് ആദ്യം എണ്ണിയത് ഏതാണ്? അവര് വിനയാന്വിതരായി നടക്കുക എന്നാ പറഞ്ഞത്. ഒരാളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് ഉൾക്കൊണ്ടാൽ ആദ്യം ഉണ്ടാവേണ്ടുന്ന ഗുണം ഇതാണ് എന്ന് അത് പരിശോധിച്ചാൽ നമുക്ക് മനസ്സിലാവും. പ്രിയപ്പെട്ടവരെ, ഒരു മുസ്ലിമിന്റെ വ്യക്തിത്വം വളരെ ആകർഷകമാകണം. അള്ളാഹുവിന്റെ ഇഷ്ടദാസന്മാരുടെ ഒന്നാമത്തെ ഗുണം അവര് വിനയാന്വിതരാണ്. എന്നുവെച്ചാൽ ഖുർആൻ നമുക്ക് നടത്തവും, സംസാരം ഞാൻ ഇതിനു മുമ്പൊന്ന് പറഞ്ഞു തന്നീന്നല്ലോ, നമ്മുടെ വർത്തമാനവും നമ്മുടെ നടത്തവും ഖുർആൻ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. നമ്മുടെ വ്യക്തിത്വത്തിന്റെ പ്രഥമ ലക്ഷണമാണ് നമ്മുടെ ശരീരഭാഷ എന്ന് പറയുന്നത്. മനുഷ്യന്റെ നടത്തത്തിന്, നമ്മുടെ ശരീരഭാഷക്ക് എന്താണ് ഇത്ര പ്രാധാന്യം? ശരിക്കും ആലോചിച്ച് നോക്ക്. മനുഷ്യന്റെ നടത്തം എന്ന് പറയുന്നത് കേവലം ഒരു ചലനത്തിന്റെ പേരല്ല. ആഴത്തിൽ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും. ഒരു വഷളന്റെ നടത്തം, നമ്മള് സാധാരണ ചില വാക്കുകളെ ഉപയോഗിക്കുകയാണ്. ഒരു ഗുണ്ട ഇങ്ങനെ നടക്കുകയാണെന്നുണ്ടെങ്കിൽ അവന്റെ നടത്തം, ഒരു ധിക്കാരിയുടെ നടത്തം, ഒരു അഹങ്കാരിയുടെ നടത്തം, ഒരു അഗതിയുടെ നടത്തം, ഒരു യാചകന്റെ നടത്തം, ഓരോരുത്തരുടെ നടത്തത്തിനും ഓരോ സംസ്കാര രീതിയില്ലേ. ഒരാളുടെ ആംഗ്യങ്ങൾ, ചലനങ്ങൾ കാണുമ്പോൾ തന്നെ അയാളിൽ ജ്വലിക്കുന്ന വ്യക്തിത്വം എന്താണ് എന്ന് നമുക്ക് മനസ്സിലാവും. അതിന്റെ താല്പര്യം എന്ന് പറഞ്ഞാല്, കരുണാവാരിധിയായ റബ്ബിന്റെ ദാസന്മാര് നിങ്ങൾക്കിടയിൽ നടക്കുമ്പോ നിങ്ങൾക്ക് അവരെ മുൻ പരിചയമില്ലെങ്കിലും അവരേത് തരത്തിലുള്ള ആളുകളാണെന്ന് കണ്ട മാത്രയിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു ജാട, ഒരു കൃത്രിമത്വം, ഒരു അഹന്ത, പൊങ്ങച്ചം, നകളിപ്പ്, ഇതൊന്നും അവരുടെ ജീവിതത്തിൽ കാണൂല. കാഴ്ചയിൽ മാന്യൻ, വിവേകശാലി, തിന്മ ഭയപ്പെടേണ്ടതില്ല എന്ന് നമുക്ക് കാഴ്ചയിൽ തോന്നുക. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി. അപ്പൊ വിനയാന്വിതമായ, വിനീതമായ നടത്തെന്ന് പറഞ്ഞാല് ഒരു ദുർബലമോ രോഗാതുരമോ അല്ല. നിങ്ങളുടെ കൂടെ വരണട്ടോ, രോഗാതുരമോ അല്ല. അലി റളിയല്ലാഹു അൻഹു പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം നീണ്ടു നിവർന്ന് വളരെ ദൃഢനിശ്ചയവും ആർജവവും ധൈര്യവുമുള്ള ഒരാൾ നടക്കുന്നത് പോലെയാണ് റസൂലുള്ളാഹി നടന്നിരുന്നത്. ഉമർ റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഒരു യുവാവിനെ കണ്ടു. ആ ചെക്കനിങ്ങനെ ആടിക്കുഴഞ്ഞിങ്ങനെ നടക്കുക, അങ്ങനെ ഒരു ഒരു കുഴഞ്ഞ രൂപത്തിൽ. ഉമർ ചോദിച്ചു, എന്തേലും അസുഖം ഉണ്ടോ മോനെ എന്ന് ചോദിച്ചു. ഇല്ല, ഞാൻ അള്ളാഹ് പറഞ്ഞിട്ടില്ലേ ഹൗനായിട്ട് ഇങ്ങനെ നടക്കണം എന്നുള്ളത്, അങ്ങനെ നടന്നാന്ന് പറഞ്ഞു. അപ്പൊ വടി കൊണ്ട് ഇങ്ങനെ തോണ്ടിയിട്ട് പറഞ്ഞു, പിന്നെ ഗൗരവത്തോടെ നടക്കൂ, ഇത് ദീനിനെ ഇകഴ്ത്തലാണെന്ന് പറഞ്ഞു. പിന്നെ എന്താണ് നമ്മൾ ഈ പറഞ്ഞ ഹൗൻ? യംസൂന അലൽ അർളി ഹൗന എന്ന് പറഞ്ഞാൽ എന്താ? ഞങ്ങൾ ലുക്മാനുൽ ഹക്കീം തന്റെ മകന് നൽകുന്ന കുറെ ഉപദേശങ്ങളുണ്ടല്ലോ, ആ ഉപദേശങ്ങൾ നമുക്ക് കാണാം. ആയത്തൊന്ന് ശ്രദ്ധിച്ചു നോക്കിയേ. വലാ തുസഇർ ഖദ്ദക ലിന്നാസി വലാ തംശി ഫിൽ അർളി മറഹ ഇന്നല്ലാഹ ലാ യുഹിബ്ബു കുല്ല മുഖ്താലിൻ ഫഖൂറ വഖ്സിദ് ഫീ മശീക വഅലുൽ മിൻ സൗതിക ഇന്ന അൻകറൽ അസ്വാതി ലസൗതുൽ ഹമീർ. മോനെ, നിന്റെ കവിളിനെ, നിന്റെ മുഖത്ത് നീ കോട്ടി സംസാരിക്കരുത്, അങ്ങനെ നടക്കരുത്. അഹങ്കാരിയായി മണ്ണിലൂടെ നടക്കരുത്.
അള്ളാഹു ഫഖൂറിനെ, അള്ളാഹു മുഹ്താലിനെ ഇഷ്ടപ്പെടില്ല. നിന്റെ നടത്തത്തിനൊരു മിതത്വം വേണം. നിന്റെ ശബ്ദം താഴ്ത്തണം. ഇന്നാൻകറല്ല സുവാത്തില സൗത്തുൽ ഹമീർ. ശബ്ദം കൊണ്ടാണ് ഒരാൾ വലുതാവുന്നതെങ്കിൽ ലോകത്തേറ്റവും അരോചകമായ ശബ്ദം കഴുതയുടേതാണ് മോനെ. ഞാൻ 2-3 അറബി വാക്കുകൾ പറഞ്ഞല്ലോ. ഫഖൂർ, മുഹ്താൽ. ഒന്നുകൂടി പറഞ്ഞുതരാം. ഫഖൂർ എന്ന് പറഞ്ഞാൽ കേമത്വം നടിക്കുന്നവൻ. മുഹ്താൽ എന്ന് പറഞ്ഞാൽ സ്വയം വലിയവനായി കരുതുന്നവൻ. ഈ 2 എണ്ണത്തിനെയും അള്ളാഹ് ഇഷ്ടപ്പെടുന്നു. ഇനി അറബിയിൽ സഅർ എന്ന് പറഞ്ഞ, അവിടെ പറഞ്ഞത് വലാ തുസഖിർ എന്നാണ്. സഅർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒട്ടകത്തിന്റെ കഴുത്തിലെ ഞരമ്പിനെ ബാധിക്കുന്ന ഒരു രോഗത്തിന് പറയുന്ന പേരാണ്. ഈ രോഗം ബാധിച്ചാല്, ഈ ഞരമ്പിന് രോഗം ബാധിച്ചാൽ ഇതിന്റെ ഒട്ടകത്തിന്റെ മുഖം എന്ത് ചെയ്യുന്നറിയോ? ഒരു ഭാഗത്തേക്ക് ഇങ്ങോട്ട് കൂടിപ്പോകും. നമ്മുടെ ഒരു ഭാഗം കുഴഞ്ഞു പോയാല് മുഖം ഇങ്ങോട്ട് വികൃതാവൂല. പിന്നെ ഇങ്ങനെ ആയാൽ പിന്നെ ഈ മുഖം കാണാൻ കൊള്ളൂലല്ലോ. ആ രോഗത്തിനാണ് അറബിയിൽ സഅർ എന്ന് പറയാ. അല്ലാഹ് ആ പേരാ പറഞ്ഞത്. വലാ തുസഖിർ ഖദ്ദക ലിന്നാസ്. ജനങ്ങളെ കാണുമ്പോ നിസ്സാരമാക്കിയിട്ട് അവരോട് ഇങ്ങനെ ഒരു വൃത്തികേടിന്റെ ശൈലി നിന്റെ മുഖത്ത് വരരുത്. അങ്ങനെ പറഞ്ഞാൽ എല്ലാ മനുഷ്യരുടെയും ഇഷ്ടം നേടാൻ കഴിയുന്ന വിധമാണ് നമ്മുടെ ശരീരഭാഷയെ അള്ളാഹു ചിട്ടപ്പെടുത്തിയിട്ടുള്ളത്. പ്രിയപ്പെട്ടവരെ, ഒരു മുസ്ലിം തന്റെ മുഖം തെളിമയുള്ളതും ഓജസ്സുള്ളതുമാകണം. ഒരു ചെറു പുഞ്ചിരിയിൽ പോലും പിശുക്ക് കാണിക്കരുതെന്ന് ഇസ്ലാം നമ്മെ പ്രത്യേകം ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ആർക്കും അടുക്കാൻ കഴിയുന്ന വിധത്തിൽ ലാളിത്യമുള്ളതാവണം. ആരെയും പരിഗണിക്കുന്ന വിധം നമ്മുടെ വ്യക്തിത്വത്തിനൊരു താഴ്മയുണ്ടാകണം. ഒന്നുകൂടി ശ്രദ്ധിക്കണം. വൃത്തിയും ഭംഗിയും നിലനിർത്തുന്നതിനെ പലവട്ടം ദീന് പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ശരീരത്തിലെ അഴുക്കിനേക്കാളും മനസ്സിന്റെ അഴുക്കിനെ ശ്രദ്ധിക്കണമെന്ന് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടോ ശരീരത്തിന്റെ ഭംഗി, ഞാൻ പറയുന്ന വാക്ക് ശ്രദ്ധിക്കണേ, ശരീരത്തിന്റെ ഭംഗി മറ്റുള്ളവരെ ആസ്വദിപ്പിക്കരുതെന്നും മനസ്സിന്റെ ഭംഗിയും നന്മയും ആരെയും ആസ്വദിപ്പിക്കാമെന്നും ദീന് നമുക്ക് അനുമതി തരുന്നു. കാരണം ശരീരത്തിന്റെ ഭംഗി ആസ്വദിപ്പിക്കരുത്, മനസ്സിന്റെ ഭംഗി ആസ്വദിപ്പിക്കണം എന്ന് പറഞ്ഞ എന്തിനാ? നമ്മുടെ കഴിവ് കൊണ്ടോ നമ്മുടെ പ്രതിഭ കൊണ്ടോ ലഭിക്കുന്നതല്ല ശരീരത്തിന്റെ ഭംഗി എന്ന് പറയുന്നത്. അല്ലേ? ഒരാൾ ജന്മനാ വെളുത്തവനാണ്, ഒരാൾ ജന്മനാ കറുത്തവനാണ്. ഇതൊന്നും ഭംഗിയുള്ള മുഖം ഒരാൾക്കുണ്ട്. ഇതൊന്നും ഒരാളുടെ നേട്ടമല്ലല്ലോ. ആണോ? ഒരാൾ ജന്മന കറുത്തൊരു മനുഷ്യനായി, ഒരു ഇരുണ്ട ഒരു മനുഷ്യൻ, ഒരു തടിച്ചൊരു മനുഷ്യനായി, അത് അയാളുടെ കുറവല്ലല്ലോ. പല ആളുകളും പലരെയും കുത്തിപ്പറയാൻ വേണ്ടി, അപഹസിക്കുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ശൈലി അതാ. ജന്മനാ ലഭിച്ചതിന്റെ ഒന്നിന്റെ പേരിലും നമുക്ക് അഭിമാനം കൊള്ളാൻ നമ്മുടെ കയ്യിലില്ല. കാരണം പടച്ചു നമ്മളെ സൃഷ്ടിച്ചപ്പോ ആ രൂപത്തിലാക്കി തന്നത്. എല്ലാം അങ്ങനെ തന്നെയാണ്. എല്ലാതിനും എല്ലാതിന്റെയും സൗന്ദര്യമുണ്ടല്ലോ. അതുകൊണ്ട് ഞാൻ വീണ്ടും പറയുന്നു, ജന്മനാ ലഭിക്കുന്നതിന്റെ പേരിൽ നമുക്കൊരവകാശവാദത്തിനും പ്രസക്തിയില്ല. മാത്രമല്ല, നമ്മളെ കുറിച്ച് ഇടയ്ക്കൊക്കെ ഇങ്ങനെ ആലോചിച്ച് നോക്കണം. ഖുർആൻ നമ്മളോട് പറയുന്നുണ്ട്, നിങ്ങൾ എന്ന് പറയുന്നത് ആരാ? നമ്മൾ എന്ന് പറയുന്നത് ആരാന്നറിയോ? നാളെ എന്ത് നടക്കുമെന്നറിയാത്ത ആളുകളാണ്. നമ്മൾ എപ്പോഴാ മരിക്കുക എന്നുള്ളത് നമുക്ക് അറിഞ്ഞൂടാ. നമ്മുടെ ശരീരത്തിൽ ഇപ്പൊ എന്തെല്ലാം അസുഖങ്ങളുണ്ട് നമുക്കറിയില്ലല്ലോ. ചിലൊക്കെ ഉണ്ട്, ഒന്നും അറിഞ്ഞില്ല, നോക്കാൻ തന്നെ സമയം കിട്ടില്ല. ആകെ അറിഞ്ഞതിന് ശേഷം ഇത്ര ദിവസമേ ഇരുന്നുള്ളൂ. ഇപ്പൊ ഞാൻ ഏറ്റവും അടുത്തറിയുന്ന എന്റെ വളരെ അടുത്തൊരാള് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ രോഗം വന്നു. ഒരു കുഴപ്പമില്ല, രോഗം വന്ന് കൊണ്ടുപോയി ചികിത്സിച്ചു നോക്കിയപ്പോ ശരീരത്തിലെ ഒരാന്തരിക അവയവവും കേടുവരാത്തതില്ല.
പക്ഷെ ഇന്ന് സുബൈ വരെയും ഒരു കേടുമില്ലാത്ത ഒരാളാണ്. ഉച്ചയായപ്പോഴേക്കാണ് ഇത് വരുന്നത്. നമുക്കെന്താണുള്ളത് എന്ന് നമുക്കറിയില്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞെന്താന്ന് ചോദിച്ചാൽ, അള്ളാഹുവിന്റെ 1000 അനുഗ്രഹങ്ങളുടെ പേരിൽ പുറത്തങ്ങനെ ഞാനും ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. അതുകൊണ്ട് നമ്മൾ അറിയണ്ടെന്നറിയോ, ഒരു നേട്ടവും തിരിച്ചു കിട്ടാത്ത ഒരു ദുസ്വഭാവമാണ് അഹങ്കാരം എന്ന് പറഞ്ഞത്. ഇത് നമ്മുടെ 7 അയലത്ത് വരാൻ പാടില്ലെന്നാണ്. എന്താ അള്ളാഹുവിന്റെ റസൂൽ നമ്മളെ പഠിപ്പിക്കുന്ന എങ്ങനെ അറിയോ? ലാ യദ്ഖുലുൽ ജന്ന മൻ കാന ഫീ ഖൽബിഹി മിസ്ഖാല ദർറത്തിൻ മിൻ കിബർ. അഹങ്കാരത്തിന്റെ മിസ്ഖാൽ ദർറ, അറബികൾ നല്ല ശ്രദ്ധിക്കണം. മിസ്ഖാൽ ദർറ കൽബിൽ ഉണ്ടെങ്കിൽ സ്വർഗത്തിൽ പോകില്ല. ഇവിടെ ഏറ്റവും ചെറിയ അളവിനെ കുറിച്ച് സൂചിപ്പിക്കാൻ അറബിയിൽ ഉപയോഗിക്കുന്ന, ഖുർആൻ ഉപയോഗിച്ചൊരു വാക്കാണ് മിസ്ഖാല് എന്ന് പറയുന്നത്. കഠിനമായ വിരോധത്തെ കുറിക്കുന്നതിനാണ് ലാ യദ്ഖുലുൽ ജന്ന എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ലാ യദ്ഖുലുൽ ജന്ന എന്ന് പറഞ്ഞാൽ സ്വർഗത്തിൽ കടക്കൂല, സ്വർഗത്തിൽ പോകൂല. ഇനി ഇതിനേക്കാളും വലിയ ഒരു വിരോധം പറയാനില്ല, അങ്ങനത്തെ സൂചിപ്പിക്കാൻ വാക്കില്ല. നീയൊന്നും മുസ്ലിം അല്ല, നീ മുഅ്മിനല്ല, നീ സ്വർഗത്തിൽ പോകൂല. ഏറ്റവും കടുപ്പമുള്ള വിരോധം പറയാനുള്ള വാക്കാണ്. ഇനി ദർറത്ത് എന്ന് പറഞ്ഞാൽ എന്തറിയാം? ഒരു കുഞ്ഞു ഉറുമ്പ്. ആ ഉറുമ്പിന്റെ കാലുണ്ടല്ലോ, ആ കാലിന്റെ ആ വലുപ്പമുള്ള ഒരു സാധനത്തിനാണ് അറബിയിൽ ദർറത്ത് എന്ന് പറയാ. ശ്രദ്ധിച്ചു നോക്കുക. ആ വാക്ക് ചേർത്തിയിട്ടാണ് ഇത്ര അഹങ്കാരമുണ്ടെങ്കിൽ സ്വർഗത്തിൽ പോകൂലെന്ന് പറഞ്ഞു. അല്ലാഹു നമ്മയൊക്കെ കാത്തുരക്ഷിക്കുമാറാവട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മിലൊക്കെ പലതുകൊണ്ടും അഹങ്കാരം വരും. നമുക്കല്പം കാശുണ്ടാവുമ്പോ, സ്വാധീനം ഉണ്ടാവുമ്പോ, കുറച്ചൊക്കെ ഞാൻ മൊഞ്ചുള്ള ശരീരം ഉള്ളവനാണ് എന്ന് തോന്നുമ്പോ, നമ്മുടെ മക്കളൊക്കെ വെള്ളം തോർന്ന് അത്യാവശ്യത്തിനൊക്കെ കാര്യബോധമുള്ള ആളുകളായി വളരുമ്പോ നമ്മൾ ആരൊക്കെ ആയോ എന്ന ഒരു തോന്നൽ നമുക്ക് വരാൻ സാധ്യതയുണ്ട്. ഇത് വന്നാൽ ഇത് കുഫറിന്റെ അടയാളമായി നമ്മൾ കാണണം. ഇത് വരാൻ പാടില്ല. സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുകൊണ്ടാണ് ഖുർആൻ ഇബാദുർ റഹ്മാൻ എന്ന് പറഞ്ഞതിന്റെ തുടക്കത്തിൽ അല്ലദീന യംശൂന അലൽ അർളി ഹൗന എന്ന് പറഞ്ഞത്. ഒന്ന് ചേർത്ത് വായിച്ചു നോക്കിയേ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, മാ നഖസത്തു സ്വദഖത്തും മിമാൽ. സ്വദഖ കൊടുക്കുന്നത് കൊണ്ട് ഒരാളുടെ ധനം കുറയൂല. വമാ സാദല്ലാഹു അബ്ദൻ ബിഅഫ്വിൻ ഇല്ലാ ഇസ്സ. വിട്ടുവീഴ്ച മനോഭാവം ഒരാളുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് അല്ലാഹു ഇസ്സത്ത് കൊടുക്കാതിരിക്കില്ല. വമാ തവാലഅ അഹദുൻ ഇല്ലാ റഫഅഹുല്ലാ. ഒരാൾ വിനയം കാണിച്ചാൽ അല്ലാഹു അയാളെ ഉയർത്താതിരിക്കില്ല. എന്നോട് ചിന്തിക്കണേ, അതിനൊക്കെ ബയാൻ തരാൻ നമുക്ക് സമയമില്ല. വിനയം ജീവിതത്തിൽ നഷ്ടപ്പെട്ടാൽ അവിടെ ഒരു ടെൻഷൻ, അഹങ്കാരം വരും. ഒക്കെ ഒറ്റ പുഞ്ചിരി കൊണ്ട് തീരുന്ന ഒരു ചെറിയ ഒരു വാക്കുകൊണ്ട് തീരാവുന്നത് ദിവസങ്ങളോളം നമ്മൾ ചുമന്ന് നടക്കുന്നുണ്ടാവും. നമ്മുടെ അഹങ്കാരം കൊണ്ടിരിക്കുന്നത് ഒരു വാക്ക് പറഞ്ഞാൽ മതി, തീരാവുന്നുള്ളൂ. ഒന്ന് ചിരിച്ചാ മതി, തീരാവുന്നുള്ളൂ. നമ്മളിങ്ങനെ മസിൽ പിടിച്ച് നടക്കും. ആർക്കാ കേട്? നമുക്ക് തന്നെയാണ്. എങ്ങനെ നമ്മുടെ ടെൻഷൻ കുറയാ സഹോദരങ്ങളെ? പണ്ടൊരാള് പറഞ്ഞ്, നെറ്റിയിലൊരു വലിയ മുറിവ്, ആനപ്പുറത്ത് പോണ ആളാ. അപ്പോ എന്തെങ്കിലും എങ്ങനെയാ നെറ്റിയിൽ മുറിവ് വന്നെങ്കിൽ കേട്ടിരിക്കും സംഭവം. ഒരു നടന്ന കഥയാണത്രേ. ഞാൻ ആനപ്പുറത്ത് പോകുമ്പോ ഒരു മരക്കൊമ്പ് കണ്ടു. അപ്പൊ എന്തേ നിങ്ങൾ കുനിഞ്ഞില്ലേ എന്ന് ചോദിച്ചു. അല്ല, ഞാൻ കുനിഞ്ഞില്ല, ഞാൻ ആന കുനിയുന്ന വിചാരിച്ചെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ചെറുതായി കൊടുക്കാൻ കഴിഞ്ഞില്ല. അങ്ങനത്തെ മനുഷ്യന്മാരുണ്ടാവും കൂട്ടത്തിൽ. അയാൾക്ക് ഈ ജാതി പാടുകൾ മാത്രമേ വരുള്ളൂ. അഹങ്കാരം ഒരു പ്രവൃത്തിയല്ല, അതൊരു മനോഭാവമാണ്. തമ്മിൽ കാണുന്നവരോടും കൂടെ ജീവിക്കുന്നവരോടും പുലർത്തുന്ന ഈ മനോഭാവത്തിലൂടെ നമ്മുടെ വ്യക്തിത്വം ഇടിഞ്ഞ് തകരാൻ നമ്മൾ തന്നെ കാരണമാവുന്നു എന്നതാണ് വലിയ ദുരന്തം. അതുകൊണ്ട് സഹോദരങ്ങളെ, അങ്ങനെ കാണിക്കാൻ നമ്മുടെ കയ്യിൽ എന്താ? ഒന്നുമില്ലാതെ വന്നവരല്ലേ, ഒന്നുമില്ലാതെ പോകേണ്ടവരുമല്ലേ, അല്ലേ? അതുകൊണ്ടാണ് വിനയാന്വിതരാകണമെന്ന് പറഞ്ഞത്. ഈ ജനാസ കണ്ടാൽ ഒരു മനുഷ്യന് ഏറ്റവും കൂടുതൽ ഈമാൻ തരുന്ന നിമിഷം ഏതാണ്? ഒരു നസീഹത്ത് തരുമോ എന്നൊരു പണ്ഡിതനോട് ചോദിക്കുന്നുണ്ട്. ഒരു പറയുന്ന വാക്കെന്തറിയോ?
ഏറ്റവും നല്ല നസീഹത്ത് മരിച്ചു കിടക്കുന്ന മയ്യത്തിന് ആ ജനാസയെ നീ നോക്കി നിൽക്കലാണ് ഏറ്റവും വലിയ നസീഹത്ത് എന്നാണ്. നീ താഴണോ തന്നെ, എനിക്കിങ്ങനൊരു സമയമുണ്ട്, ഇതെന്ന് എന്താ ഈ ശരീരത്തിൽ നിന്ന് പോയത്, ഒന്നും പോയില്ല, പ്രത്യക്ഷത്തിൽ നമ്മൾ കാണുന്നുണ്ടെങ്കിലും ഒന്നിനും കഴിഞ്ഞില്ലല്ലോ, ആ രംഗൊന്ന് നോക്കി നിൽക്കണമെന്ന. നമ്മൾ ആരാ സഹോദരങ്ങളെ? ഇങ്ങനെ വരുമ്പോ അള്ളാഹ് നമുക്ക് സ്നേഹിക്കാൻ തോന്നും, മാത്രമല്ല അള്ളാഹിനെ കുറിച്ച് പഠിക്കാൻ തോന്നും, നമുക്ക് സുജൂദ് ചെയ്യാൻ തോന്നും. ഇതൊന്നും നമുക്കില്ലെങ്കിൽ എന്താ നമ്മുടെ അവസ്ഥകൾ ആലോചിച്ച് നോക്കിയേ. ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. കൂർക്കം വലിച്ചുറങ്ങുന്നത് കണ്ടാ പോരെ. നമ്മുടെ ഒരു പോരായ്മ എന്ന് പറയണത് ഈ മിസ്കീന് ബിൻ ആദമിന്റെ ദുർബലാവസ്ഥ എന്ന് പറഞ്ഞ് കുറെ കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നിടത്ത് കാണാം. തൊണ്ടയില് ഒരു ചെറിയ മുള്ളു കുടുങ്ങിയാൽ തീരാവുന്ന അത്ര ആരോഗ്യമല്ലേ എനിക്ക് നിങ്ങൾക്കുള്ളൂ? തൊണ്ടയിലൊരു മുള്ള്, അല്ലെങ്കിൽ നമ്മൾ കഴിക്കണ ഭക്ഷണം മേലോട്ടോ താഴോട്ടോ ലെൻസിന്റെ അടുത്ത് കൊണ്ട് പോയി കഴിഞ്ഞില്ലേ? ഒരു മൂട്ട കടിച്ചാൽ വേദനിക്കുന്നവരല്ലേ നമ്മൾ സഹോദരങ്ങളെ? വിയർപ്പിന്റെ ദുർഗന്ധം അല്ലെ? വിയർപ്പ് വന്നാൽ ആ നാറ്റം എന്നാണ് ഇതിന് മലയാളത്തിൽ പറയാൻ തോന്നുന്നുണ്ട്. ആ ദുർഗന്ധം ഉള്ള ഏക ജന്തു ലോകത്താരാ? വിയർപ്പിന്റെ ദുർഗന്ധമുള്ള ഏക ജന്തു ആരാ? നമ്മളൊക്കെ ഈ കുപ്പായം തുണിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ടല്ലേ? ശരിക്കൊന്നുകൂടി ആലോചിച്ച് നോക്കി, ഈ മലത്തിനും മൂത്രത്തിനും ഇത്ര ദുർഗന്ധമുള്ള വേറെ ഒരു ജന്തു ഉണ്ടാവോ? ഇങ്ങനെ വായിച്ചു നോക്കി. അത്ര ഇതൊക്കെ ഇങ്ങനെ പൊതിഞ്ഞു വെച്ച് ഇങ്ങനെ തന്നപ്പോ നമ്മൾ ആരാണോ എന്ന് നമുക്ക് തോന്നാ. ഒന്നുകൂടി താഴ് എന്നാണ് പറയുന്നത്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സഹാബത്തും അവരുടെ വിനയം ജീവിതത്തിൽ ഉണ്ടാക്കി എത്രയോ പരിവർത്തനങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂൽ പഠിപ്പിക്കുന്ന ഒരു പദമുണ്ട്, ഇന്നല്ലാഹ ഔഹാ ഇലയ്യ അൻ തവാലഉ ഹത്താ ലാ യഫഖുറ അഹദുൻ അലാ അഹദിൻ വലാ യബഇ അഹദുൻ അലാ അഹദിൻ. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് എന്നോട് കൽപ്പിച്ചിട്ടുണ്ട്, എനിക്ക് വഹയി തന്നിട്ടുണ്ട്. എന്താ വഹയി എന്നറിയോ? ഹത്താ ലാ യഫഖുറ അഹദുൻ അലാ അഹദിൻ. നേരത്തെ ഞാൻ ഫഖൂർ പറഞ്ഞല്ലോ. ഒരാളും മറ്റൊരാളുടെ മേൽ കേമത്വം കാണിക്കരുത്, ഒരാളും മറ്റൊരാളെ ഉപദ്രവിക്കരുത്, പകവച്ച് പുലർത്തരുത്. ഈ വാക്ക് അവരിൽ ഉണ്ടാക്കിയ മാറ്റം ഭയങ്കര. അഹങ്കാരത്തിന്റെ ഒരു കണിക പോലും പ്രിയരെ അവരുടെ ജീവിതത്തിൽ വന്നിട്ടില്ല. ഏത് സമയത്തെന്നറിയോ? തുറന്ന യുദ്ധാവസരങ്ങളിൽ പോലും അഹങ്കാരത്തിന്റെയോ ആത്മപ്രശംസയുടെയോ ഒരു വാക്ക് പോലും പുറത്തു വന്നിട്ടില്ല. ഞാൻ ഈ വാക്കുകൾ ഉപയോഗിക്കുന്നത് ബോധപൂർവമാണ്. ആത്മപ്രശംസയുടെ നെറുകയിലാണെന്ന് സ്വയം വ്യക്തികൾ നിൽക്കുന്നത്. ഞാനാണതൊക്കെ ചെയ്തത്, എനിക്ക് ഇന്നത് വേണം. ആളുകളുടെ ആവശ്യപ്പെടുക, ആളുകൾ അറിഞ്ഞു കൊടുക്കുന്നില്ല. അപ്പൊ ആളുകളോട് ആവശ്യപ്പെടുക. നിലത്ത് വീണ ഒരു ചാട്ടവാറ് പോലും മറ്റൊരാളെ കൊണ്ട് എടുപ്പിക്കുന്നത് പേടിച്ചിരുന്നു സഹാബത്ത്, പേടിച്ചിരുന്നു. എന്തിന്റെ പേരിൽ? ഈ ഹദീസിന് വിരുദ്ധമാകുമോ എന്ന് പേടിച്ചുകൊണ്ട് ഏതിലും വിനയവും താഴ്മയും ജേതാക്കളായി കീഴ്പ്പെടുത്തപ്പെട്ട പട്ടണങ്ങളിൽ പ്രവേശിക്കുമ്പോൾ പോലും അഹങ്കാരവും നാട്യവും കൊണ്ട് ജനങ്ങൾ അവർ ഭയപ്പെടുത്തിയിരുന്നില്ല. മഹാനായ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹു ഒരിക്കൽ ഖുത്ബ നടത്തിക്കൊണ്ടിരിക്കുക. ആ സമയത്ത് അദ്ദേഹം ഇടയ്ക്ക് ഇങ്ങനെ പറഞ്ഞു, എന്റെ വാപ്പ എന്നെ തല്ലിയിട്ടുണ്ട്, ഈ പ്രസംഗത്തിനിടക്ക് എന്റെ അപ്പ എന്നെ തല്ലിയിട്ടുണ്ട്, ഞാൻ കഴുതയെ മേച്ചിട്ടുണ്ട്. ഈ പ്രസംഗിച്ചുകൊണ്ടിരിക്കുന്ന വിഷയവും ഈ വാക്കും തമ്മിൽ യാതൊരുവിധ ചേർച്ചയില്ലാതെയാണ് പറയുന്നത്. ഞാൻ ഇങ്ങനെയൊക്കെ ആയിട്ടുണ്ട് എന്ന് പറഞ്ഞു. പ്രസംഗം കഴിഞ്ഞപ്പോ ചോദിച്ചു, അമീറുൽ മുഅ്മിനീൻ, നിങ്ങൾ എന്താ നേരത്തെ ആ വാക്കിനിടയിലൂടെ ഈ പറഞ്ഞതെന്തോ മനസ്സിലായില്ലല്ലോ എന്ന്. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കെന്നറിയോ? ഞാനിങ്ങനെ മിമ്പറിലൊക്കെ നിന്ന് ഇങ്ങനെ വലിയൊരു പ്രസംഗമൊക്കെ ഇങ്ങനെ നടത്തുമ്പോ ഞാൻ ആരൊക്കെയോ ആയോന്ന് എന്തോ ഒരു തോന്നൽ ഇങ്ങനെ വന്നപ്പോ, ഉമറേ നീ ആരുമായില്ല എന്ന് സ്വയം ഇങ്ങനെ തോന്നുന്ന ഒരു വാക്ക് ഇന്നെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് ഞാൻ ആ പറഞ്ഞതെന്ന് മഹാനായ ഇബ്രാഹിം ഇബ്നു അദ്ഹം റഹിമഹുല്ലാഹ് ഈ കഥകൾ കേട്ടിരിക്കും. ബൽഖിലെ രാജാവായിരുന്നു അദ്ദേഹം. അതീവ ഭക്തൻ മുത്തഖിയാണ്. അദ്ദേഹത്തോട് കുറെ ആളുകൾ വന്ന് ചോദിക്കുന്നുണ്ട്,
നിങ്ങൾക്ക് എങ്ങനെയാണ് ഇത്ര ഭക്തി ഉണ്ടായത്? അപ്പൊ അദ്ദേഹം കണ്ട് അസ്വസ്ഥനായിട്ട് ചോദിച്ചു, ഞാൻ ഭക്തനാ, നിങ്ങളോട് ആരാ പറഞ്ഞേ? നിങ്ങളോട് ആരാ പറഞ്ഞെന്ന് ചോദിച്ചു. അത്ര ഭക്തനാണ്. എന്നിട്ട് പറഞ്ഞു, അല്ല, നിങ്ങൾക്ക് ഇങ്ങനെ ഒരു ചിന്ത വരാൻ നിങ്ങളെ പ്രേരിപ്പിച്ച സംഗതി എന്താന്ന് ചോദിച്ചു. അപ്പൊ അദ്ദേഹം പറഞ്ഞ വാക്കെന്തറിയോ? ഞാൻ ബൽഹിലെ രാജാവായിരിക്കുന്ന വേളയിൽ ഒരു അടിമയെ ഞാൻ അങ്ങാടിയിൽ നിന്ന്, അടിമച്ചന്തയിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്നു. സുമകനായ അടിമയാണ്. അദ്ദേഹത്തോട് ഞാൻ ചോദിച്ചു, മോനെ, നിനക്ക് ഏത് തരം വസ്ത്രമാണ് വേണ്ടത്? അപ്പൊ അയാൾ, ആ കുട്ടി എന്നോട് പറയുന്ന, അടിമ എന്നോട് പറയണത്, അടിമ എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായല്ലോ, അടിമ എന്നോട് പറയുന്നത്, പ്രഭോ, നിങ്ങൾ ഏത് വസ്ത്രം വാങ്ങിച്ചു തന്നാലും ഞാനത് ഉടുക്കും, എനിക്ക് ഇന്ന വസ്ത്രം എന്നില്ല. ഒന്നും കൂടി ഞാൻ ആലോചിച്ചു. വസ്ത്രത്തിന്റെ കാര്യം അങ്ങനെ പറഞ്ഞു. ഭക്ഷണം ഏതാ ഇഷ്ടം എന്ന് ചോദിച്ചു. എനിക്ക് അങ്ങനെ പ്രിയമുള്ള ഭക്ഷണമൊന്നുമില്ല, നിങ്ങൾ എന്ത് തന്നാലും ഞാനത് തിന്നും. നിന്റെ പേരെന്താന്ന് ചോദിച്ചു. ഞാൻ എന്താ വിളിക്കണ്ടേ? നിങ്ങൾ എന്നെ എന്ത് വിളിച്ചാലും എനിക്ക് പ്രശ്നമില്ല, അതെന്റെ പേരായി ഞാൻ കണക്കാക്കും. എന്നുവെച്ചാൽ രാജാവിനോട് ഒരടിമക്കുള്ള വിനയാന്വിതമായ പെരുമാറ്റം. ഇത് കേട്ടപ്പോൾ ഒരു ഭാഗത്തേക്ക് മാറി നിന്ന് അദ്ദേഹം പറയാ, ഞാനിങ്ങനെ ആലോചിച്ചു, പടച്ചോനെ, ഈ അടിമ ചന്തയിൽ നിന്ന് എന്റെ കയ്യിൽ പണമുള്ളത് കൊണ്ട് ഞാൻ ഒരു അടിമയെ വാങ്ങിച്ചു കൊണ്ടുവന്നപ്പോഴേക്ക് ആ അടിമക്കെന്നോടുള്ള ഈ താഴ്മയും വിനയവും എത്രയാണ്. റഹ്മാനായ റബ്ബേ, നാഥാ, നിന്നോട് ഞാൻ നന്ദി കെട്ടവനായോ? എനിക്ക് വിനയമില്ല റബ്ബേ. ആ ചിന്തയാണ് ഒരു പരിധിവരെ എന്നെ ഇവിടം വരെ എത്തിച്ചതെന്ന. പ്രിയപ്പെട്ടവരെ, താഴ്ന്ന് താഴ്ന്ന് ഉയരങ്ങളിലെത്തുക. നമ്മൾ അള്ളാഹിനോട് അതാ പ്രാർത്ഥിക്കണ്ടേ, താഴ്ന്ന് താഴ്ന്ന് ഉയരങ്ങളിലെത്തുക. അങ്ങനെ അറിയോ? ഒരു മരത്തിന്റെ ചില്ല, ഒരു കമ്പില്, ഒരു മാവില് നിങ്ങൾ നോക്കിയേ, നല്ലോ മാങ്ങ നിറഞ്ഞു നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കമ്പ് ഒരിക്കലും മേലോട്ടല്ലല്ലോ പോവുക. മറ്റുള്ള കമ്പിനെ അപേക്ഷിച്ച് അത് താഴ്ന്ന് താഴ്ന്ന് ഈ മണ്ണിലേക്ക് വരും. എന്നതുപോലെ ഭക്തിയും ഈമാനും ഭൗതിക സൗകര്യങ്ങളെല്ലാം വരുമ്പോ നമ്മൾ താഴ്ന്ന് താഴ്ന്ന് ഇങ്ങനെ വിനയാന്വിതമാവണം. അള്ളാഹുവിന്റെ മുമ്പിൽ വിനയം കൊണ്ട് നിറയണം. പ്രിയപ്പെട്ടവരെ, ഇത് വലിയൊരു വിഷയമാണ്. ഈ കാര്യം നമ്മുടെ ജീവിതം മുഴുവൻ നമ്മൾ പരിശോധിച്ചു നോക്കിയാൽ ഇത് മാത്രം ആലോചിക്കാൻ തന്നെ നമുക്കൊരു ആയുസ് മതിയാവൂല. അതുകൊണ്ട് ഒറ്റ കാര്യം സൂചിപ്പിക്കുന്നുള്ളൂ, ഒരു സ്ഥാനത്ത് നമ്മൾ എത്തിയാൽ ആ സ്ഥാനത്ത് നമ്മൾ കൂടുതൽ വിനയം കാണിക്കണം. ഏതൊക്കെ സ്ഥാനം? സയ്യിദുൽ ഖൗമി ഖാദിമുഹും. നമ്മളെ കുടുംബത്തിൽ നമ്മൾ വാപ്പയാവുമ്പോ ആ വാപ്പയുടേതായ ഒരു ഉത്തരവാദിത്വം അറിയുന്നു, അല്ലെ? മാതാപിതാക്കളുടെ മുമ്പിൽ എത്തുമ്പോ നിങ്ങളൊക്കെ ചേർത്ത് വായിക്കട്ടോ. സയ്യിദുൽ ഖൗമി ഖാദിമുഹും. ഖലീഫമാര്, ഭരണാധികാരികൾ അങ്ങനെയായിരുന്നു. അത് ഓരോരോ വിധത്തിലുള്ള ഭരണാധികാരങ്ങൾ ഉണ്ടാവും. ഉമർ റളിയല്ലാഹു അൻഹു സിദ്ദീഖുൽ അക്ബർ രാത്രിയിലൊക്കെ 2-3 മണിക്കൂറിൽ താഴെ മാത്രമാണ് അവർ ഉറങ്ങാറുള്ളതാണ്. പിന്നെ ഇതൊക്കെ നിങ്ങൾ ആലോചിച്ചോളി. സുലൈമാൻ നബി അലൈഹിസ്സലാം ജീവിതത്തിൽ ഒരു മനുഷ്യന് ലഭിക്കാവുന്നതിൽ വെച്ച് ഏറ്റവും ഉയർന്ന തലത്തിൽ അദ്ദേഹം എത്തിയപ്പോ അദ്ദേഹം പറഞ്ഞ വാക്കെന്താ? അദ്ദേഹം പ്രാർത്ഥിച്ച് ഹാദാ മിൻ ഫളിൽ റബ്ബി എന്ന് പറഞ്ഞിട്ട് പറഞ്ഞിട്ട് പറഞ്ഞു, റബ്ബി ഔസിഅനി. ആ പ്രാർത്ഥന ഒന്ന് ചൊല്ലി നോക്കിയേ. റബ്ബി ഔസിഅനി അൻ അശ്കുറ നിഅമതക അല്ലതി അൻഅംത അലയ്യ വഅലാ വാലിദയ്യ വഅൻ അമല സ്വാലിഹൻ തർളാ. അല്ലാഹുവേ, നീ തന്ന നിഅമത്തുകൾക്ക് ശുക്ർ ചെയ്യാൻ, വിനയത്തോടുകൂടെ അവയെ സ്വീകരിക്കാൻ എനിക്ക് പ്രേരണ തരണം റബ്ബേ. എന്റെ മാതാപിതാക്കൾക്ക് നീ കൊടുത്ത നന്മകൾക്ക് തിരിച്ച് അതിന് നന്ദി കാണിക്കാൻ എനിക്ക് പ്രേരണ തരണം റബ്ബേ. പ്രവർത്തനങ്ങൾ ചെയ്യാനുള്ള തൗഫീഖ് തരണം റബ്ബേ. അല്ലാഹുവിന്റെ മുമ്പിൽ അങ്ങനെ പ്രാർത്ഥിക്കാൻ നമുക്ക് കഴിയണം. ഒരു വാക്കുകൂടി പ്രിയപ്പെട്ടവരെ, 3 വാക്കുകൾ നമ്മൾ ഓരോരുത്തരും ശ്രദ്ധിക്കണം. ഏത് കാര്യവും നന്നാവും. ഞാൻ, എന്റെ, എനിക്ക്. നമ്മളെ വർത്താനങ്ങളിലൊക്കെ
ഇത് നല്ലോണം വരുന്നുണ്ടോ എന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ അങ്ങനെ ഉണ്ടല്ലോ, എനിക്ക് എന്റെ അതിനെ മാത്രം ഒന്ന് സൂക്ഷിക്കുക. ഉള്ളു തുറന്ന് ഇടപെടുക, കള്ളമില്ലാതെ സംസാരിക്കുക, പുഞ്ചിരിയോടെ സംസാരിക്കുക. അതോടൊപ്പം തന്നെ ശുഭകരമായി ചിന്തിക്കുക, ഹൃദയമറിഞ്ഞ് സ്നേഹിക്കുക, കാരുണ്യപൂർവം പെരുമാറുക, ആരെയും ആദരിക്കുക, സഹനത്തോടെ ജീവിക്കുക, ലളിതമായി ചെലവഴിക്കുക. എന്നിട്ട് അള്ളാഹിനോട് തേടുക, അല്ലാഹുമ്മ ജഅൽനി ശക്കൂറ, അല്ലാഹുമ്മ ജഅൽനി സബൂറ, അല്ലാഹുമ്മ ജഅൽനി ഫീ ഐനയ്യ സഗീറ, അല്ലാഹുമ്മ ജഅൽനി ഫീ അയ്യുനിൻ നാസി കബീറ. പടച്ചവനെ, അല്ലാഹുവേ, നീ എന്റെ കണ്ണിൽ എന്നെ ചെറിയവനും മറ്റുള്ളവരുടെ കണ്ണിൽ എന്നെ വലിയവനുമാക്കണമേ. അങ്ങനെ പ്രാർത്ഥനയോടൊപ്പം സ്വയം വിചാരണയുടെ സന്ദർഭങ്ങൾ കൂടുതൽ പെരുകേണ്ടത് സ്വന്തം ജീവിതത്തിലാണ് എന്ന ബോധ്യം നമുക്കുണ്ടാവുക. എത്ര കേട് തീർത്താലും മതി വരാൻ പാടില്ലാത്തത് നമുക്ക് നമ്മുടെ ജീവിതത്തിലാണ്. അതുകൊണ്ട് നമ്മൾ ഏറ്റവും കൂടുതൽ നോക്കേണ്ടത് നമ്മുടെ ജീവിതത്തിലേക്കാണ്. അള്ളാഹ് പറഞ്ഞ ആ വിശേഷണം ജീവിതത്തിൽ ഉണ്ടായോ എന്ന് പരിശോധിക്കുക. അള്ളാഹുവിന്റെ തൗഫീഖിന് വേണ്ടി തേടിക്കൊണ്ടിരിക്കുക. റബ്ബുൽ ഇസ്സത്ത് അവൻ വിശേഷിപ്പിച്ച അവന്റെ ഇബാദുർ റഹ്മാൻ, ആ സ്നേഹമസൃണമായ ആ വിളി ഉൾക്കൊള്ളുന്ന ഭാഗത്ത് ഉൾപ്പെടാനുള്ള തൗഫീഖ് തന്ന് റബ്ബ് നമ്മെ ഓരോരുത്തരെയും തുണക്കുകയും അനുഗ്രഹിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യുമാറാവട്ടെ. ബിസ്മില്ലാഹ് വൽഹംദുലില്ലാഹ് വസല്ലല്ലാഹു അലാ നബിയിന വഹബീബിന മുഹമ്മദിൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. യാ അയ്യുഹല്ലദീന ആമനൂ തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. സ്നേഹമുള്ളവരെ, അല്ലാഹുവിന്റെ വിധിവിലക്കുകൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു അതിന് നമുക്കെല്ലാം തൗഫീഖ് നൽകുമാറാവട്ടെ. സഹോദരങ്ങളെ, മുസ്ലിമീങ്ങളായ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കൊരു ജീവിത രീതിയും സംസ്കാരവുമുള്ള പ്രത്യേക സമുദായമാണ് നമ്മൾ. അത് നമ്മുടെ സംസ്കാരം, നമ്മുടെ ജീവിത രീതി അനുഷ്ഠിക്കണമെന്ന് തന്നെയാണ് ദീന് നമ്മളോട് ആവശ്യപ്പെടുന്നത്. അള്ളാഹു അങ്ങനെയാണ് നമ്മളോട് കൽപ്പിക്കുന്നത്. അത് സ്വീകരിക്കാൻ സ്വാതന്ത്ര്യം തരുന്ന ഒരു രാജ്യവും ഒരു മഹത്തായ ഭരണഘടനയുമുള്ള രാജ്യത്താണ് നമ്മൾ ജീവിക്കുന്നത്. അൽഹംദുലില്ലാഹ്. അതുകൊണ്ട് ആ തരുന്ന സ്വാതന്ത്ര്യവും ഈ ഉൾക്കൊള്ളുന്ന ആദർശവും തമ്മിൽ പൊരുത്തപ്പെട്ട് അതിന്റെ സത്ത ഉൾക്കൊണ്ടുകൊണ്ടായിരിക്കണം നമ്മൾ മുന്നോട്ട് പോകേണ്ടത്. മറ്റുള്ളവരോട് ഒന്നിച്ച് യോജിച്ച് അതിനോടിങ്ങനെ ചേർന്ന് നിന്നുകൊണ്ട് മാത്രം പോകേണ്ടവരല്ല. നമ്മുടെ ആദർശം അത് നമ്മുടെ മക്കളിലാണെങ്കിലും ആ ചിട്ടകൾ ഉൾപ്പെടുത്തിക്കൊണ്ട്, ചെറുപ്പത്തിലെ ആ സംസ്കാരത്തെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നമ്മൾ മുന്നോട്ട് പോകണം. അതിന് പറ്റുന്ന പഠന സൗകര്യങ്ങളും സാഹചര്യങ്ങളും നമ്മൾ ഉപയോഗപ്പെടുത്തണം. ദീന് പഠിപ്പിച്ചിട്ടുള്ള ചിഹ്നങ്ങളെ ഒരിക്കലും നമ്മൾ അനാദരിക്കാൻ പാടില്ല എന്ന് രക്ഷിതാക്കൾ എന്ന നിലയിൽ നമുക്ക് അങ്ങനത്തെ ഒരു ബോധ്യം നമുക്കുണ്ടാവണം. കൂടെ നമ്മൾ പറയാറുണ്ടല്ലോ, നമ്മളൊക്കെ ഒരു ക്യൂവിലാണ്. ആ ഓരോ ക്യൂവിലാണ് നമ്മൾ നമ്മുടെ നമ്പർ അനുസരിച്ചല്ല ആ ക്യൂവിൽ നിൽക്കുന്നത്. ആ ക്യൂവിൽ നിൽക്കുന്നത് അള്ളാഹു നിശ്ചയിച്ച കൃത്യമായ സമയത്തിന്റെ അടിസ്ഥാനത്തിൽ ആ ക്യൂവിൽ നിന്ന് നമ്പർ തന്ന് അള്ളാഹു നമ്മളെ വിളിച്ചു കൊണ്ടുപോകും. അവിടെ പ്രായത്തിനോ അല്ലെങ്കിൽ മറ്റേതെങ്കിലുമൊക്കെ പരിഗണനകൾക്കോ യാതൊരു സ്ഥാനവും ഇല്ല. നമ്മൾ പ്രായമായാലാണ് ആ ക്യൂവിൽ നിന്ന് വിളിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ഒരു സമാധാനത്തിന് വേണ്ടിയാണ്, അല്ലെ? ജീവിക്കുമ്പോ ഉണ്ടാകുന്ന ഒരു സമാധാനത്തിന് വേണ്ടിയാണ്. എപ്പോഴും അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം നൽകണമെന്ന ഒരു ബോധ്യം പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാവണം. ആ ബോധ്യം നമ്മളെ വാക്കുകളിലുണ്ട്. ഏത് ഒരു മരണവിവരം അറിയുമ്പോ നമ്മൾ ആദ്യം പറയുക ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്നാണ്, അല്ലെ? കേൾക്കുമ്പോ പറയുക നമ്മളെല്ലാം അള്ളാഹുവിൻ്റെതാണ്,
അവന്റെ അടുക്കലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ അങ്ങോട്ടുള്ള യാത്രയിലാണ്. അത് നമ്മളോട് നമ്മൾ തന്നെ പറയുന്ന വാക്കാണ്, മറ്റുള്ളവരോടുള്ളൊരു വാക്കല്ല. അതുകൊണ്ട് നമ്മൾ തിരിച്ചറിയേണ്ടത്, നമ്മിൽ നിന്ന് വളരെ പ്രധാനപ്പെട്ട ആളുകളൊക്കെ അള്ളാഹുവിന്റെ വിളിക്കുത്തരം നൽകി മുന്നേ യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നമ്മളും അതിന്റെ പിന്നാലെ യാത്ര ചെയ്യേണ്ടുന്ന നമ്മുടെ ഊഴത്തെ കാത്തുകൊണ്ടിരിക്കുകയാണ്. ഇത് ജീവിതത്തിന്റെ അവസാനമല്ല, മറ്റൊരു ജീവിതത്തിലേക്കുള്ള കാൽവെപ്പാണ്. അതുകൊണ്ട് ജീവിതത്തെ അടയാളപ്പെടുത്താൻ കിട്ടിയ അവസരങ്ങളെ നമ്മൾ ഉപയോഗപ്പെടുത്തണം. കാക്കനാടെന്ന ഈ പ്രദേശത്തെ സംബന്ധിച്ച് നമ്മൾ ആലോചിക്കുമ്പോൾ ഇസ്ലാമിന്റെ ശരിയായ വെളിച്ചം എത്തിക്കുന്നതിന് വേണ്ടി കഠിനാധ്വാനം ചെയ്ത 3 ആളുകളും ഇന്നത്തോടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് അള്ളാഹു തിരിച്ചു വിളിച്ചു. ഒരായുസ്, ഒരു മനുഷ്യായുസ് അള്ളാഹുവിന്റെ ദീനിനു വേണ്ടി ആ ദീനീ പ്രവർത്തനങ്ങൾ എങ്ങനെ നാട്ടിൽ നടപ്പിലാക്കാം, ശിർക്കിനും ഖുറാഫാത്തുകൾക്കും എതിരെ എങ്ങനെ പടപൊരുതാമെന്നത് ജീവിതത്തിലൂടെ കാണിച്ചു തന്നുകൊണ്ട് ധന്യമാക്കിക്കൊണ്ട് ലോകത്തുനിന്ന് പിരിഞ്ഞു പോവാൻ കഴിയാന്ന് പറയുന്നത് മഹാഭാഗ്യമാണ്. ആ ഭാഗ്യം നമുക്കൊക്കെ ഉണ്ടാവണം, നമ്മളും ശ്രമിക്കണം. ഇനി നമ്മുടെ ബാധ്യത അവര് ചരിച്ചിട്ടുള്ള, അവര് മുന്നോട്ട് പോയ പാതയിലൂടെ നമ്മളും മുന്നോട്ട് പോവുക. അവരുടെ സമയമെത്തിയപ്പോ ആ വഴിയിലൂടെ അവര് പോയി. അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് ഇവരോടുള്ള നമ്മുടെ ബാധ്യതയായി പറഞ്ഞത് മനസ്സറിഞ്ഞ് ഇനി അവർക്ക് വേണ്ടി നമ്മൾ ദുആ ചെയ്യണം. അല്ലാഹുവേ, നീ ഇഷ്ടപ്പെടുന്ന നല്ലവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അവരുടെ സാന്നിധ്യത്തെ, ഞങ്ങളുടെ മാഷിന്റെ സാന്നിധ്യത്തെ നീ ആദരിക്കുകയും ഇഷ്ടപ്പെടുകയും ചെയ്യണമേ തമ്പുരാനെ. ഒരു മനുഷ്യായുസ്സിലൂടെ അദ്ദേഹം ചെയ്തു വെച്ച എല്ലാ നന്മകളും റബ്ബേ നീ കബൂൽ ചെയ്യുകയും നിന്റെ അടുക്കലുള്ള തുലാസിൽ ഖനം തൂങ്ങുന്ന അമലുകളായി അത് സ്വീകരിക്കുകയും ചെയ്യണമേ തമ്പുരാനെ. മനുഷ്യനെന്ന നിലയിൽ ജീവിതത്തിൽ വന്ന എല്ലാ തെറ്റുകുറ്റങ്ങളും വീഴ്ചകളും പുറത്ത് അവർക്ക് നീ മഅഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുകയും തൃപ്തിപ്പെടുകയും ചെയ്യണമേ തമ്പുരാനെ. അല്ലാഹുവേ, അവർ സ്വീകരിച്ച സത്യത്തിന്റെ വഴിയിലൂടെ സഞ്ചരിക്കാനുള്ള തൗഫീക്ക് മക്കൾക്കും കുടുംബത്തിനും ഇസ്ലാഹി ബന്ധുക്കൾക്കും മുസ്ലിങ്ങളായ ഞങ്ങൾക്കും അവരുടെ സഹോദരങ്ങൾക്കും ഒക്കെ നീ തൗഫീക്ക് തന്ന് നീ ഞങ്ങളെ തുണയ്ക്കണമേ തമ്പുരാനെ. അവരെയും ഞങ്ങളെയും നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ നീ ഒരുമിച്ച് കൂട്ടണമേ തമ്പുരാനെ. അല്ലാഹുവേ, ഞങ്ങളുടെ മാതാപിതാക്കളെ നീ അനുഗ്രഹിക്കണമേ തമ്പുരാനെ. ഞങ്ങളുടെ മക്കളിൽ നിന്ന് 2 ലോകത്തും കുളിർമയുള്ള ജീവിതം തന്ന് നീ ഞങ്ങൾ അനുഗ്രഹിക്കണമേ അല്ലാഹുവേ, സകല മുസീബത്തുകളിൽ നിന്ന് 2 ലോകത്തും ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണമേ റബ്ബേ. അല്ലാഹുവേ, ജീവിതത്തില് ലാ ഇലാഹ ഇല്ലല്ലാഹ് കടിപ്പെട്ടുകൊണ്ട് ആ വിശ്വാസം സ്വീകരിച്ചുകൊണ്ട് നിന്റെ വിനയാന്വിതരായ അടിമകളായി ജീവിച്ച് ആ കലിമത്ത് തൗഹീദ് ഉച്ചരിച്ചുകൊണ്ട് തന്നെ നിന്നെ കണ്ടുമുട്ടാനുള്ള സൗഭാഗ്യം ഞങ്ങൾക്ക് ഓരോരുത്തർക്കും ഞങ്ങളുടെ മക്കൾക്കും കുടുംബത്തിനും നീ പ്രദാനം ചെയ്യണമേ തമ്പുരാനെ. ഈ പ്രാർത്ഥന നീ സ്വീകരിക്കണമേ. അല്ലാഹുമ്മ ഗ്ഫിർ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിൻഹും വൽ അംവാത് ഇന്നക മുജീബു ദഅവാതി യാ ഖാദിയൽ ഹജാത്. റബ്ബനാ ഗ്ഫിർ ലനാ വലി ഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ വലാ തജ്അൽ في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. اللهم أجرنا من النار. اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ونجنا من القوم الظالمين. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. واغفر لنا يا غافر المذنبين. آمين برحمتك يا أرحم الراحمين. اللهم صل وسلم وبارك على نبينا محمد وعلى آله وصحبه أجمعين. وسلام على المرسلين والحمد لله رب العالمين.